നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം മേയറായ ആര്യ രാജേന്ദ്രനെതിരെ ആസൂത്രിതവും സംഘടിതവുമായ സൈബർ ആക്രമണം നടക്കുന്നുവെന്ന് ചിന്താ ജെറോം. KSRTC ഡ്രൈവറുടെ അപമര്യാദയോടെയുള്ള പെരുമാറ്റവും ലൈംഗിക അധിക്ഷേപവും ചോദ്യം ചെയ്തു എന്ന കാരണത്താൽ സമാനതകളില്ലാത്ത സൈബർ വേട്ടയാടലിന് ഇരയാവുന്നു. വലിയ കള്ളപ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി തിരുവനന്തപുരം നഗരസഭയിൽ അധികാരമേറ്റ അന്നു മുതൽ BJPയുടെയും UDFന്റെയും കണ്ണിലെ കരടാണ് ആര്യ രാജേന്ദ്രനെന്നും ചിന്താ ജെറോം ഫേസ്ബുക്കിൽ കുറിച്ചു. ചിന്താ ജെറോം ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെ: DYFI സംസ്ഥാന കമ്മിറ്റി അംഗവും തിരുവനന്തപുരം മേയറുമായ ആര്യ രാജേന്ദ്രനെതിരെ ആസൂത്രിതവും സംഘടിതവുമായ സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. KSRTC ഡ്രൈവറുടെ അപമര്യാദയോടെയുള്ള പെരുമാറ്റവും ലൈംഗിക അധിക്ഷേപവും ചോദ്യം ചെയ്തു എന്ന കാരണത്താലെ സമാനതകളില്ലാത്ത മാധ്യമ സൈബർ വേട്ടയാടലിന് ഇരയാവുകയാണ്. പൊതുമധ്യത്തിൽ ലൈംഗികാധിക്ഷേപം നടത്തിയ പ്രതിയോട് ഐക്യദാർഢ്യപ്പെടുകയും പ്രതിക്ക് അനുകൂലമായ പൊതുബോധം സൃഷ്ടിക്കുവാനും ഒരുപറ്റം മാധ്യമങ്ങളും സൈബറിടത്തിലെ ഇടതുപക്ഷ വിരുദ്ധതയും പരിശ്രമിക്കുകയാണ്. അതിനായി വലിയ കള്ളപ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി തിരുവനന്തപുരം നഗരസഭയിൽ അധികാരമേറ്റ അന്നു മുതൽ BJPയുടെയും UDFന്റെയും കണ്ണിലെ കരടാണ് ആര്യ രാജേന്ദ്രൻ. വളരെ ചെറിയ പ്രായത്തിൽ മേയർ പദവിയിലെത്തിയ ആര്യ അംഗീകരിക്കാനും രാഷ്ട്രീയമായി എതിരിടാനും കഴിയാതെ നിരന്തരം സ്ത്രീവിരുദ്ധമായ രീതിയിൽ അപവാദങ്ങൾ മാത്രം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് BJP, UDF സംഘവും ചില മാധ്യമങ്ങളും. അതിന്റെ തുടർച്ചയാണ് ഈ സൈബർ ആക്രമണം. അതിനായി സമൂഹമാധ്യമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗിക അധിക്ഷേപം കാണിച്ച പ്രതിയെ വെള്ളപൂശുന്നത് കേരള സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ്. ആര്യ രാജേന്ദ്രനെതിരെ നടക്കുന്ന സൈബർ ആക്രമണം അത്യന്തം ഹീനമാണ്. ഇടതുപക്ഷത്തെ സ്ത്രീകൾക്ക് നേരെയുള്ള വലതുപക്ഷ മാധ്യമ അധമ സംഘവും വലതു രാഷ്ട്രീയ പാർട്ടികളെ ക്രിമിനൽ സംഘവും നടത്തുന്ന ക്രൂരമായി വേട്ടയാടാൻ അനുവദിക്കാനായില്ലെന്നും ഇത്തരം തെമ്മാടിക്കൂട്ടങ്ങളെ നിയമപരമായും ജനങ്ങളെ അണിനിരത്തി നേരിടുമെന്നും DYFI സംസ്ഥാന സെക്രട്ടറി പ്രസ്താവനയിലൂടെ അറിയിച്ചു. നടുറോഡിൽ മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറും തമ്മിലുണ്ടായ തർക്കത്തിന് പിന്നാലെ സൈബർ ആക്രമണം ഉണ്ടായി എന്ന് കാട്ടി ആര്യ രാജേന്ദ്രൻ നൽകിയ പരാതിയിൽ 2 കേസാണ് എടുത്തിരിക്കുന്നത്. ഔദ്യോഗിക ഫോണിലേക്ക് മോശം സന്ദേശം അയച്ചതിനാണ് ഒരു കേസ്. നവമാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചു എന്നതാണ് 2ാമത്തെ കേസ്. ഈ 2 കേസിലും വൈകാതെ അറസ്റ്റ് ഉണ്ടാകും എന്നാണ് സൂചന. മേയറുമായി പ്രശ്നമുണ്ടായ KSRTC ബസ് ഡ്രൈവർ യദു നൽകിയ പരാതിയിലും അന്വേഷണമുണ്ടാകും. യദു കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ കന്റോൺമെന്റ് SPക്ക് കൈമാറി. സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ കേസെടുക്കാതെ വന്നതോടെയാണ് യദു സിറ്റി പോലീസ് കമ്മീഷണർക്കും മനുഷ്യാവകാശ കമ്മീഷനും ഉൾപ്പെടെ പരാതി നൽകിയത്. അതേസമയം KSRTC ബസ്സിലെ CCTV ക്യാമറകളുടെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ തമ്പാനൂർ പോലീസ് അന്വേഷണം തുടങ്ങി. തമ്പാനൂർ ബസ് ടെർമിനലിൽ വച്ചാണ് മെമ്മറി കാർഡ് നഷ്ടമായതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മെമ്മറി കാർഡ് കണ്ടെത്തുന്നതിനായി വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. തമ്പാനൂർ ബസ് ടെർമിനലിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിക്കും. ജീവനക്കാരുടെ മൊഴിയും രേഖപ്പെടുത്തും. മേയർ തടഞ്ഞ KSRTC ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർ MA റഹീം MPയുമായി ബന്ധമുള്ള ആളായിരുന്നുവെന്ന് M വിൻസെന്റ് MLA കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. മേയറും MLAയും ബസ് തടഞ്ഞ സംഭവമുണ്ടായപ്പോൾ തന്നെ കണ്ടക്ടർ MA റഹീമിനെ വിളിച്ചു. അദ്ദേഹം സംസാരിച്ച ശേഷം ഒരു സോറി പറയണമെന്ന് ആവശ്യപ്പെട്ടതായി കണ്ടക്ടർ ചിലരോട് പറഞ്ഞുവെന്നാണ് ജീവനക്കാരിൽ നിന്ന് തനിക്ക് കിട്ടിയ വിവരം. കൃത്യമായി യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ വെച്ച് ബസ് തടഞ്ഞ ശേഷം യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി ഇറക്കിവിട്ടതാണെന്നും അദ്ദേഹം ആരോപിച്ചു. മേയറെ അനുകൂലിക്കുന്നവർ പറയുന്നത് പ്രകാരമാണെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴാണോ യദു ബസ്സിൽ നിന്ന് മെമ്മറി കാർഡ് മോഷ്ടിച്ചതെന്നും KSRTCയിലെ INTUC ഡ്രൈവറായ യൂണിയൻ പ്രസിഡന്റ് കൂടിയായ M വിൻസെന്റ് MLA ചോദിച്ചു. സംഭവ ദിവസം ബസ് നിർത്തിയിട്ട് ഉടനെ തന്നെ ഡ്രൈവർ യദുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അടുത്ത ദിവസം 11 മണി വരെ അദ്ദേഹം കസ്റ്റഡിയിലായിരുന്നു. പിന്നീട് ജോലി നിന്ന് മാറ്റി നിർത്തി. ബസ് സ്റ്റേഷനിലേക്ക് യദു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭരണകക്ഷി യൂണിയനിലെയും KSRTCയിലെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചേർന്ന് നടത്തിയ ഓപ്പറേഷനിലാണ് ഈ മെമ്മറി കാർഡ് എടുത്തു മാറ്റിയതെന്നും അതുകൊണ്ട് ആകെ ഗുണം കിട്ടുന്നത് MLAയ്ക്കും മേയർക്കും മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.